ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്തും ശ്രമിക്കുകയാണെന്ന് ചേവായൂർ സഹകരണ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബാങ്ക് സംബന്ധമായി ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ നിർദ്ദേശിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടാക്കാതെ ബാങ്കിൽ പ്രശ്നമുണ്ടാക്കിയവരെ സംരക്ഷിക്കാനാണ് DCC പ്രസിഡന്റ് ശ്രമിക്കുന്നത്. 11-അംഗ ഭരണസമിതിയിൽ ചെയർമാനും വൈസ് ചെയർമാനും അടക്കം 9 പേരടങ്ങുന്നതാണ് ചേവായൂർ സഹകരണ ബാങ്ക് സംരക്ഷണ സമിതി. കുറെ കാലമായി സംഘടനാ നേതൃത്വത്തോട് ചേവായൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ ധാരണയോടുകൂടി KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങളുടെ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ GC പ്രശാന്ത് കുമാർ ആവശ്യപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ കണ്ണൂരിൽ പോയി ഞങ്ങൾ 6 പേര് പോയി സംസാരിച്ചാണ്. യുക്തമായ തീരുമാനമെടുക്കണം, പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നു. അതിനുള്ള പശ്ചാത്തലം ഉണ്ടാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഭരിക്കുന്ന ബാങ്ക് 2 ചേരിയായി മത്സരിക്കുകയും 9 പേര് പ്രശാന്ത് കുമാർ നേതൃത്വം കൊടുക്കുന്ന ചേരി വിജയിക്കുകയും 2 പേര് എതിർ ചേരിയും വിജയിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ജനറൽ കൺവീനറിന് പ്രതിപാദിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് എടുത്ത് പറഞ്ഞപ്പോൾ ഇന്നത്തെ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറിന്റെ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണെന്ന് ഓർക്കണം. ആ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞത് 5 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്ന്. പ്രശ്നം എങ്ങനെ തീർത്താലും ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രശാന്ത് കുമാറിന്റെ ഭാഗത്തുള്ള ടീം അംഗീകരിക്കുക എന്ന് പറഞ്ഞ ശേഷം 4 ഇതുവരെയായി പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും അകാരണമായ കാരണങ്ങളാൽ, ബാലിശമായ കാരണങ്ങളാൽ ഒരു തെറ്റും ചെയ്യാത്ത GC പ്രശാന്ത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പൊതുധാരണ ഞങ്ങളിലുണ്ടായിരുന്നു. അതുകൂടാതെ DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരെയും ഇനി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു സ്വാഭാവികമായും അങ്ങനെയൊന്നും വരില്ല. ഞങ്ങളൊക്കെ ഈ നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ ജനറൽ കൺവീനറായിട്ടും അതുപോലെ തന്നെ ജനറൽ കൺവീനറായിട്ടാണ് പാസ്സാറിനൊക്കെ ഒത്തിരി കാലമായിട്ട് 45 കൊല്ലമായിട്ട് ഈ രംഗത്ത് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾ 353 സംഘടനാ പ്രവർത്തകന്മാർ, ബൂത്ത് തലം തൊട്ട് ഈ KPCC മെമ്പർ വരെയുള്ള ആളുകൾ 353 ആളുകൾ ഒപ്പിട്ട് അവർക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരു ബലിയും കൽപ്പിക്കാത്ത DC പ്രസിഡന്റ് സമീപനത്തിനെതിരെയായിട്ടാണ് പ്രധാനമായും ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്.